ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് മാധ്യമങ്ങളെ കാണുകയാണ്. ഈ വിവാദ വിഷയങ്ങളിൽ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അടക്കം വിശദീകരണം. ഓരോ വ്യക്തിയും അവര് പാർട്ടിക്ക് നൽകുന്ന സംഭാവന, പാർട്ടിയുടെ പ്രവർത്തനം, പാർട്ടിയുടെ നൽകിയിട്ടുള്ള ചുമതലകൾ, ഇതെല്ലാം നിർവഹിക്കുന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശ്യാമൾ ടീച്ചറെയും പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്. പി കെ ശ്യാമൾ ടീച്ചർ 40 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പൊതുജീവിതമുള്ള പാർട്ടി നേതാവാണ് ശ്യാമൾ ടീച്ചർ. ഹൈസ്കൂൾ പഠന കാലത്ത് തന്നെ SFIയുടെ പ്രവർത്തകയായിരുന്നു. മട്ടന്നൂർ PRNSS കോളേജിൽ SFIയുടെ നേതാവായിരുന്നു സഖാവ് പി കെ ശ്യാമൾ ടീച്ചർ. അവിടെ വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഘട്ടമുണ്ടായിരുന്നു. DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അവർ. മഹിളാ അസോസിയേഷന്റെ കീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മഹിളാ അസോസിയേഷന്റെ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി, അതിന്റെ സെക്രട്ടറിയായിട്ട് KK ശൈല ടീച്ചർ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ആ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ശ്യാമൾ ടീച്ചർ. അപ്പോൾ വ്യത്യസ്ത ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമൾ ടീച്ചർ, ആ ടീച്ചറെയാണ് പാർട്ടി നേതാവായിട്ടുള്ള, മഹിളാ അസോസിയേഷൻ നേതാവായിട്ടുള്ള, DYFI നേതാവായിരുന്ന, SFI നേതാവായിരുന്ന ഒരു സജീവ പാർട്ടി പ്രവർത്തകയും നേതാവായിട്ടുള്ള ഒരാളെയാണ് ഗോവിന്ദമാഷ് കല്യാണം കഴിക്കുന്നത്. വിവാഹത്തിന് ശേഷം വീട്ടിൽ ഒതുങ്ങി അല്ലെങ്കിൽ അധ്യാപന ജീവിതവുമായി അതിൽ ഒതുങ്ങി ജീവിക്കുക എന്നുള്ള നിലപാടല്ല ടീച്ചർ സ്വീകരിച്ചത്. മൊറാഴയിലും മഹിളാ അസോസിയേഷന്റെ സജീവ പ്രവർത്തകയായി, അവിടെ വില്ലേജ് സെക്രട്ടറിയായി, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട്, പിന്നീട് മഹിളാ അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റി അംഗമായി, ഏരിയ ഭാരവാഹിയായി, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി, ഇങ്ങനെ വ്യത്യസ്ത ചുമതലകൾ നിർവഹിച്ചു. അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി, കേന്ദ്ര കമ്മിറ്റി അംഗമായി. ശ്യാമൾ ടീച്ചർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു നേതാവാണ്. ആ പാർട്ടി നേതാവിനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെയും ജനപ്രതിനിധിയായിട്ട് ടീച്ചർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആന്തൂർ നഗരസഭ നിലവിൽ വരുന്നതിന് മുമ്പ് 2000 തളിപ്പറമ്പ് നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്നു. പിന്നീട് ആന്തൂർ നഗരസഭ ചെയർപേഴ്സണായിട്ടും ശ്യാമൾ ടീച്ചർ പ്രവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ പാർട്ടി കണ്ടെന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്ത ഘടകങ്ങൾ പരിഗണിക്കും. കണ്ണൂർ ജില്ലയിൽ 2 വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമെന്ന് പാർട്ടി നിശ്ചയിക്കുക. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിർണയിക്കുമ്പോൾ, പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ, കണ്ണൂർ ജില്ലയിൽ സ്വാഭാവികമായും ഉയർന്നു വരാകുന്ന പേര് തന്നെയാണ് പി കെ ശ്യാമൾ ടീച്ചറുടെ പേര്. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ടല്ല, അത് സഖാവ് പി കെ ശ്യാമൾ ടീച്ചർ എന്ന് പറയുന്ന പാർട്ടി നേതാവിനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിഗണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തെ എത്ര മോശമായ രീതിയിൽ, എത്ര നീചമായ രീതിയിലാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായി പ്രവർത്തിച്ചിട്ടുള്ള TK ഗോവിന്ദമാഷ് അവതരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഗോവിന്ദമാഷ് പ്രശ്നം എന്താ? അദ്ദേഹം സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. പാർട്ടിയുടെ ഉന്നതമായ കമ്മിറ്റിയിൽ, ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ കമ്മിറ്റിയിലെ അംഗമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദമാഷ്. അങ്ങനെയുള്ള ഒരു പാർട്ടി നേതാവ് സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പാടില്ലാത്ത പാർലമെന്ററി മോഹവുമായി നടക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സാധാരണ നിലയിൽ അത്രയും ഉന്നതമായിട്ടുള്ള കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരം മോഹവുമായി നടക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. ഇപ്പൊ ഞങ്ങളുടെ അനുഭവം എന്താ? ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യത്യസ്ത പേരുകൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അല്ലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ TK ഗോവിന്ദമാഷയുടെ പേര് ആരും പറഞ്ഞിട്ടില്ല.
ഒരാളും ആ പേര് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമാണ്, വ്യത്യസ്ത പേരുകൾ വരും. അങ്ങനെ വ്യത്യസ്ത പേരുകൾ വരുമ്പോൾ ആ പേരുകളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്ത് പാർട്ടി പൊതുവിലൊരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഒരു ഘട്ടത്തിലും ടി കെ ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന പേര് ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ ആരും പറഞ്ഞിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദ മാഷ പേര് ഒരാൾ പറഞ്ഞിരുന്നു. അത് ഗോവിന്ദ മാഷ് തന്നെയാണ്. സാധാരണ നിലയിൽ ഇപ്പൊ എൻ്റെ പാർട്ടി ജീവിതം വളരെ ചെറുതാണ്. പക്ഷെ ഞങ്ങളുടെ ആരുടെയും പാർട്ടി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് എനിക്കെന്താണ് അയോഗ്യത, എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് നാളിതുവരെ ഞങ്ങളൊരിക്കലും, ഞങ്ങളുടെ അനുഭവത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ടി കെ ഗോവിന്ദ മാഷ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ, എന്നെ പരിഗണിച്ചാൽ എന്താ എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കരുത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ നിലപാട്? അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. പക്ഷെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള ആർക്കും അദ്ദേഹത്തിന്റെ പേര് പറയാൻ വേണ്ടി തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്കൊക്കെ ഉണ്ടാവുന്ന അംഗീകാരം എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിമിതമായ വിനയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? നമ്മളൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അംഗീകാരം എന്താണ് എന്നുള്ളത് ഇങ്ങനെ അഭിപ്രായ പ്രകടനം കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു വിനയം യഥാർത്ഥത്തിൽ ടി കെ ഗോവിന്ദ മാഷ് കാണിക്കേണ്ടതായിരുന്നു. ഇവിടെ ഇപ്പൊ ശ്യാമൾ ടീച്ചർ സ്ഥാനാർത്ഥിയായതാണോ ടി കെ ഗോവിന്ദ മാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ശ്യാമൾ ടീച്ചർ അല്ല. അതിനു പകരം മറ്റേതെങ്കിലും ഒരു പേരാണ് അവിടെ വന്നതെങ്കിൽ ടി കെ ഗോവിന്ദ മാഷ് ഈ നിലപാട് സ്വീകരിക്കില്ലേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരാള് ഇങ്ങനെ ഒരു പാർലമെന്ററി വ്യാമോഹമായിട്ട് അതിന് പറ്റുന്ന കുപ്പായം ഇട്ട് നടക്കുന്ന ഒരാളാണെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ല. പക്ഷെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചല്ലോ അദ്ദേഹത്തിന്റെ ചരിത്രം. ആ ചരിത്രം മുഴുവൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, എന്താ എന്നെ നിങ്ങൾ പരിഗണിക്കാത്തത്? അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ഏത് സ്ഥാനാർത്ഥിയായാലും തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടാലും അദ്ദേഹം ഈ നിലപാട് സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടുള്ള വിരോധമല്ല. ഇപ്പൊ നിങ്ങളോട് തന്നെ പറയുന്നത് കേട്ടില്ലേ, എന്താ ശ്യാമൾ ടീച്ചർ മട്ടന്നൂർ മത്സരിപ്പിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള വിയോജിപ്പല്ല മട്ടന്നൂർ മത്സരിപ്പിക്കുക, പക്ഷെ തളിപ്പറമ്പ് വേണ്ട. എന്തുകൊണ്ടാണ് തളിപ്പറമ്പ് വേണ്ടാത്തത്? തളിപ്പറമ്പ് തന്നെ മത്സരിപ്പിക്കണം എന്നാണ് ടി കെ ഗോവിന്ദ മാഷയുടെ നിലപാട്. പക്ഷെ പാർട്ടി അത് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങേയറ്റം പാർലമെന്ററി അവസരവാദം, പാർലമെന്ററി ദുര അതുമായി കൊണ്ട് നടക്കലായിരുന്നു ടി കെ ഗോവിന്ദ മാഷ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ചെയ്തതെന്താ? സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വന്നപ്പോൾ KPCCയുടെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയാണ്. അങ്ങനെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ UDFന്റെ പിന്തുണ കിട്ടുമോ എന്ന് നോക്കുകയാണ്. പിന്തുണ എത്രയാണ് അവര് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പിന്നെ നമുക്ക് കാണേണ്ടതാണ്. അതെന്തോ ആവട്ടെ. പക്ഷെ അങ്ങനെ ലഭ്യമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നീട് എടുത്ത നിലപാടെന്താ? UDFന് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെടുത്ത് കൊണ്ട് എതിരാളി പാർട്ടിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അദ്ദേഹം ഏറ്റുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആ പ്രചരണത്തിന്റെ ഭാഗമാണല്ലോ ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തതെന്താ? 2 ടേം തുടർച്ചയായി മത്സരിക്കുന്ന സഖാക്കൾ മാറി നിൽക്കണം, പാർട്ടിയുടെ പൊതു നിലപാടാണ്. അങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ എന്ന നിലയുണ്ടെങ്കിൽ
പിടിച്ചെടുക്കേണ്ടതാണെങ്കിൽ അവിടെ എക്സംഷൻ കൊടുക്കാം. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ മട്ടന്നൂർ മണ്ഡലം, തലശ്ശേരി മണ്ഡലം ഏത് സാഹചര്യത്തിലും ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലം. 2 സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ നിലവിലുള്ള കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.